ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എങ്ങനെയാ എന്തെങ്കിലും ഒന്ന് പഠിക്കുന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ചിലപ്പോൾ ഒരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതാകാം. ഇതിനെല്ലാം ചില സ്റ്റെപ്പുകളുണ്ട്, അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പഠനത്തിന്റെ ആ ഒരു ഗോപണിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. അതെ, എങ്ങനെയാണ് നമ്മൾ ശരിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പഠിക്കുന്നത്? ഈ ഒരു ചോദ്യം നമ്മളെല്ലാവരും ഇടയ്ക്കെങ്കിലും ചിന്തിക്കുന്ന ഒന്നായിരിക്കും, അല്ലേ? ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് പഠിക്കുമ്പോഴോ ആ ഒരു പ്രോസസ്സിൽ ശരിക്കും എന്താ സംഭവിക്കുന്നത്? വാ, നമുക്കതിന്റെ രഹസ്യം എന്താണെന്ന് നോക്കാം. ഈ കാണുന്ന ആളാണ് റോബർട്ട് ഗാഗ്നെ, ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറയുന്നതെന്താണെന്ന് വെച്ചാൽ, പഠനം എന്ന് പറയുന്നത് ഒരു ഗോവണി കയറുന്നതുപോലെയാണ്. ഓരോ പടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റൂ. അതായത് വളരെ സിമ്പിളായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി പതിയെ പതിയെ സങ്കീർണമായ ചിന്തകളിലേക്കെത്തുന്ന ഒരു യാത്ര. അപ്പോ ഈ ഗോവണിയുടെ ആദ്യത്തെ കുറച്ച് പടികൾ, അതായത് ആദ്യത്തെ 4 നമ്മുടെ പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമ്മൾ എങ്ങനെ കാര്യങ്ങളോട് പ്രതികരിക്കുന്നു, എങ്ങനെ ഓരോന്ന് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ ഒരു ഘട്ടം മുന്നോട്ടു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പടി, അതിനെ പറയുന്നത് സിഗ്നൽ ലേണിംഗ് എന്നാണ്. സംഭവം വളരെ സിമ്പിളാണ്. നമുക്കൊരു സിഗ്നൽ കിട്ടുമ്പോൾ നമ്മൾ അതിനോട് ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കാൻ പഠിക്കുന്നു. അത്രയേ ഉള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അച്ഛൻ വൈകുന്നേരം വരുമ്പോഴുള്ള ആ കാറിന്റെ ഹോൺ കേൾക്കുമ്പോഴേക്കും കുട്ടി ഓടി വാതിൽക്കലെത്തും, അല്ലേ? ആ ഹോൺ ശബ്ദം ഇവിടെ ഒരു സിഗ്നലാണ്, അച്ഛൻ വന്നു എന്നുള്ളതിന്റെ സൂചന. ഇത് നമ്മൾ ആരും പഠിപ്പിച്ചിട്ടല്ല, നമ്മൾ അറിയാതെ തന്നെ പഠിച്ചു പോകുന്നൊരു കാര്യമാണിത്. ഇനി രണ്ടാമത്തെ പടിയിലേക്ക് കടക്കാം. ഇതിനെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയും. ഇവിടെ കുറച്ചുകൂടി കൃത്യമാണ് കാര്യങ്ങൾ. ഒരു പ്രത്യേക സ്റ്റിമുലസ്, അതായത് ഒരു ചോദനയോട് എങ്ങനെ കൃത്യമായി പ്രതികരിക്കണമെന്ന് നമ്മൾ പഠിക്കുന്നു. ഇതിനൊരു നല്ല ഉദാഹരണമാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ അമ്മയുടെ ശബ്ദത്തിന് കഴിയുന്നത്. ആലോചിച്ചു നോക്കൂ, ഇവിടെ അമ്മയുടെ ശബ്ദമാണ് ആ സ്റ്റിമുലസ്. കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നതാണ് അതിനോടുള്ള കൃത്യമായ റെസ്പോൺസ്. അപ്പോൾ അടുത്ത ലെവലിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പഠിച്ച ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കാൻ തുടങ്ങും. അതായത് മുൻപ് പഠിച്ച പല റെസ്പോൺസുകളെയും ഒന്നിനു പുറകെ ഒന്നായി ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ നമ്മൾ കോർത്തെടുക്കുന്നു. ഒരു കുട്ടിപ്പാവയെ വെച്ച് കളിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ആദ്യം പാവയ്ക്ക് ഭക്ഷണം കൊടുക്കും, അത് കഴിഞ്ഞ് അതിന്റെ ഉടുപ്പ് മാറ്റും, എന്നിട്ട് അതിനെ ഉറക്കാൻ കിടത്തും. കണ്ടില്ലേ, ഓരോ കാര്യവും ഒന്നിനു പിറകെ ഒന്നായി ഒരു ഓർഡറിലാണ് ചെയ്യുന്നത്, ഒന്നിനോടൊന്ന് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ചെയിനിങ് എന്ന് പറയുന്നത്. ഇനി ഈ ബിഹേവിയറൽ അല്ലെങ്കിൽ പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിന്റെ അവസാനത്തെ പടി, വെർബൽ അസോസിയേഷൻ. ഇവിടെ നമ്മൾ കോർത്തെടുക്കുന്നത് വാക്കുകളെയാണ്. വാക്കുകളെ ഒരു ചങ്ങല പോലെ ചേർത്തുവെക്കുന്നു. ഇത് നമ്മുടെ ഭാഷാപരമായ കഴിവുകൾക്ക് അടിത്തറയിടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ആദ്യം ബോൾ എന്ന് മാത്രം പറഞ്ഞിരുന്നൊരു കുട്ടി കുറച്ചുകൂടി കഴിയുമ്പോൾ റൗണ്ടിലുള്ള റെഡ് ബോൾ എന്ന് പറയാൻ പഠിക്കുന്നു. കണ്ടില്ലേ, വാക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു പുതിയ കുറച്ചുകൂടെ വിശദമായ ഒരാശയം ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഭാഷാപരമായ കഴിവുകൾ വികസിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഗോവണിയുടെ പകുതി വരെ എത്തി. ഇനി നമ്മൾ കയറാൻ പോകുന്നത് അടുത്ത ഘട്ടത്തിലേക്കാണ്. വെറും പെരുമാറ്റങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു തലത്തിലേക്ക്. നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച ആ 4 ലെവലുകളുണ്ടല്ലോ, അതാണ് ഈ പഠനത്തിന്റെ ഗോവണിയുടെ അടിത്തറയെന്ന് പറയുന്നത്. ഇവയെല്ലാം നമ്മുടെ പെരുമാറ്റത്തെ, അതായത് ചെയ്തും പ്രതികരിച്ചുമൊക്കെയുള്ള പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പക്ഷേ കുറച്ചുകൂടി സങ്കീർണമായ കാര്യങ്ങൾ പഠിക്കാൻ ഈ ഒരു അടിത്തറ മാത്രം പോരാ. അവിടെയാണ് നമ്മൾ ഈ വൈജ്ഞാനിക കുതിപ്പ്, അതായത് കോഗ്നിറ്റീവ് ലീപ്പ് നടത്തേണ്ടത്. വെറും പ്രതികരണങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാനും മനസ്സിലാക്കാനും തുടങ്ങുന്ന ആ ഒരു ഘട്ടം. ഗോവണിയുടെ മുകളിലോട്ടുള്ള അടുത്ത 4 പടികൾ പൂർണ്ണമായും നമ്മുടെ ചിന്താശേഷിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇവയാണ് നമ്മൾ കോഗ്നിറ്റീവ് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇതിലെ ഓരോ പടിയും എന്താണെന്ന് നമുക്ക് നോക്കാം. 5ാമത്തെ പടി, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, അതായത് വേർതിരിച്ച് അറിയാനുള്ള കഴിവ്. ഒറ്റനോട്ടത്തിൽ ഒരുപോലെ ഇരിക്കുന്ന 2 കാര്യങ്ങൾക്കിടയിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ലേ, അതാണ് സംഭവം. ഇതിനൊരു രസകരമായ ഉദാഹരണമാണ്, കടയിൽ ഒരുപോലത്തെ കവറിലുള്ള ഒരുപാട് മിഠായികൾക്കിടയിൽ നിന്ന് ഒരു കുട്ടി കൃത്യമായി കിൻഡർ ജോയ് തന്നെ തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ പാക്കിങ്ങിലെ ചെറിയ വ്യത്യാസമോ നിറമോ ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കത് വേർതിരിച്ചറിയാൻ പറ്റുന്നു. അതാണ് ഡിസ്ക്രിമിനേഷൻ.
ഓക്കെ, അപ്പൊ കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. ഇനി അടുത്ത പടി എന്താണ്? അവയെ പൊതുവായ ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യാൻ പഠിക്കുക എന്നതാണ്. ഇതിനെയാണ് കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ താക്കോൽ തിരിക്കണമെന്നൊരു ഐഡിയ, അതൊരു കൺസെപ്റ്റാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ബൈക്കിന്റെ കാര്യമല്ല, അല്ലേ? മിക്ക ബൈക്കുകൾക്കും ബാധകമായ ഒരു പൊതുവായ ആശയമാണ് കുട്ടി അവിടെ പഠിക്കുന്നത്. ഇനി 7ാമത്തെ പടിയിലേക്ക്. ഇവിടെ നമ്മൾ പഠിച്ച പല കൺസെപ്റ്റുകളെയും ഒരുമിച്ച് ചേർത്ത് പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഈ നിയമങ്ങൾ നമുക്ക് പല പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഗോവണിയുടെ ഏറ്റവും മുകളിലത്തെ പടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പടി. ലെവൽ 8 പ്രോബ്ലം സോൾവിംഗ് അഥവാ പ്രശ്നപരിഹാരം. ഇതാണ് പഠനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം. നമ്മൾ ഇതുവരെ പഠിച്ച നിയമങ്ങളും തത്വങ്ങളുമെല്ലാം ഉപയോഗിച്ച് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രശ്നത്തിന് നമ്മൾ സ്വന്തമായി ഒരു പരിഹാരം കണ്ടെത്തുന്നു. ഗാഗ്നിയുടെ ഒരു പ്രധാനപ്പെട്ട ആശയം ഇതാണ്: മുൻകൂട്ടി അറിയേണ്ട നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത്, ആ താഴെയുള്ള 7 പടികളും കയറാതെ 8ാമത്തെ പടിയിലേക്ക് എത്താൻ പറ്റില്ല. ഓരോ സ്റ്റെപ്പും അത്യാവശ്യമാണ്. അപ്പോ ഈയൊരു ഗോവണിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ ഇതുകൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം എന്താണ്? എന്തിനാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്? നമ്മുടെ പഠനരീതികളിലും ജീവിതത്തിലും ഇതിനെന്ത് പ്രസക്തിയാണുള്ളത്? പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഇത് വളരെ പ്രധാനമാണ്. ഈ തിയറി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫലപ്രദമായ ഒരു പഠനത്തിന് കൃത്യമായ ഒരു ഘടനയുണ്ട്. പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ കുട്ടിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റണം. എന്തിനാണിത് പഠിക്കുന്നത് എന്ന ലക്ഷ്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ പുതിയതായി പഠിക്കുന്ന കാര്യങ്ങളെ അവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കണം. അവസാനമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തുന്ന ഒരു പ്രവണതയുണ്ടല്ലോ. അവരെ എല്ലാ വെല്ലുവിളികളിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തുമ്പോൾ നമ്മളെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ പഠനത്തിന്റെ ഗോവണിയുടെ ഏറ്റവും മുകളിലെ പടിയിലെത്താനുള്ള അവസരം അവർക്ക് നിഷേധിക്കുകയാണോ? അതായത്, പ്രശ്നങ്ങൾ സ്വന്തമായി പരിഹരിക്കാനുള്ള കഴിവ് നേടുന്നതിൽ നിന്ന് നമ്മൾ അവരെ തടയുകയാണോ? എന്തായാലും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്, അല്ലേ?